ഇന്നത്തെ ബൈബിൾ വായന ഭാഗം 2 ശമൂവേൽ 12:13. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. 1 കൊരിന്ത്യർ 10:12 ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ദൈവം തന്നിട്ടുള്ള പ്രമാണങ്ങളെ അവഗണിക്കുന്നത് സാക്ഷ്യത്തെ കളങ്കപ്പെടുത്തുന്നതും ദൈവനാമത്തിന് അപമാനകരവുമായിരിക്കും. ബത്ശേബയും ഊരിയാവും ഉൾപ്പെടുന്ന ദാവീദിന്റെ ഹീനമായ പാപപ്രവൃത്തിക്ക് ശേഷം പ്രവാചകനായ നാഥാൻ ന്യായവിധിയുടെയും കൃപയുടെയും ദൈവസന്ദേശം നൽകുകയാണിവിടെ. ഒരു വ്യക്തിക്കെതിരായി ചെയ്യുന്ന പാപം ദൈവത്തിനെതിരായ പാപമാണെന്ന് നാം മനസ്സിലാക്കണം. ചെയ്തുപോയ പാപങ്ങൾ ദൈവത്തോടുള്ള അതിക്രമമായി ദാവീദിന് ബോധ്യപ്പെടുന്നു. 51 സങ്കീർത്തനത്തിൽ അകൃത്യം, ലംഘനം, പാപം തുടങ്ങിയ വാക്കുകൾ ദാവീദ് ഉപയോഗിച്ചിരിക്കുന്നു. ദാവീദിന്റെ ഏറ്റുപറച്ചിൽ പ്രധാനമാണ്. ഏറ്റുപറച്ചിൽ തെറ്റു ചെയ്തതിന്റെ ആത്മാർത്ഥമായ അംഗീകാരം പ്രകടമാക്കുന്നതാണ്. ബൈബിളിന്റെ തത്വമാണ് അനുതാപം ക്ഷമയിലേക്ക് നയിക്കുമെന്നുള്ളത്. ഞാൻ യഹോവയോട് പാപം ചെയ്തിരിക്കുന്നെന്ന് ദാവീദ് ഏറ്റുപറയുന്നു. വ്യഭിചാരത്തിനും കൊലപാതകത്തിനും പ്രായശ്ചിത്തമായി മോശയുടെ ന്യായപ്രമാണത്തിൽ നിർദ്ദേശങ്ങളില്ലാതിരിക്കെ മരണം മാത്രമായിരുന്നു ഇത്തരം പാപപ്രവൃത്തികൾക്ക് ലഭിച്ചിരുന്നത്. എന്നാൽ തന്റെ തെറ്റിന്റെ ആഴം പൂർണ്ണമായി മനസ്സിലാക്കിയ ദാവീദ് തകർന്നും നുറുങ്ങിയുമിരിക്കുന്ന ഹൃദയത്തിന്റെ അവസ്ഥയെ കർത്താവ് നിരസിക്കുകയില്ല എന്നുറച്ചു വിശ്വസിച്ചു. അനുദപിക്കുന്ന ഹൃദയത്തോടുകൂടി ദൈവത്തെ സമീപിക്കുന്ന ഏത് കൊടിയ പാപിയെയും ദൈവം അംഗീകരിക്കുകയും അവന്റെ പാപം പൊറുക്കുകയും ചെയ്യുന്നു. പ്രിയ ദൈവവേദനയെ നാം ഓർക്കേണ്ട കാര്യം, ദൈവം പാപക്ഷമ നൽകുന്നു എങ്കിലും പാപത്തിന്റെ അനന്തരഫലങ്ങൾ ഇല്ലാതാകുന്നില്ല. ദാവീദിന്റെ പാപപ്രവൃത്തിയുടെ പ്രത്യാഘാതങ്ങൾ അവന്റെ കുടുംബത്തിലും തന്റെ രാജ്യത്തിലും വേദനാജനകമായ അനുഭവങ്ങൾ ഉണ്ടാക്കുവാനിടയായി. ബത്ശേബയിൽ ദാവീദിനുണ്ടായ കുഞ്ഞു മരിച്ചുപോയി. തൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ ശിക്ഷയുടെ ഭാഗമായി ദാവീദ് അതിനെ അംഗീകരിച്ചു. പുതിയ നിയമ പുസ്തകത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു. പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ യേശുക്രിസ്തു പ്രത്യക്ഷനായി. യേശുവിൽ പാപമില്ല. ആകയാൽ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നു എങ്കിൽ യേശുക്രിസ്തു നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് us all.